ഹലോ, ദേവൂസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്താണ് വിശേഷം? സുഖമാണോ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ നന്ദുമോളാണ് ക്യാമറാമാൻ. അപ്പോൾ നന്ദുമോൾ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ അല്ലേ. നമ്മുടെ ദേവുമോൾ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. അവർക്ക് ക്യാമ്പ് നടക്കുവാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് ഹോസ്പിറ്റൽ കേസിട്ടും കാര്യങ്ങളൊക്കെ ആയതിനാൽ നമുക്ക് ക്ലാസ് ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ് കട്ടാക്കേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവർക്ക് IT ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് പോയിട്ടുണ്ട്. ചെറിയ വയ്യായികകളൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പങ്ങളില്ല. നമ്മളൊരു മുന്തിരി കഴിച്ചതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു വയ്യായിക 2 പേർക്കും വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 പേരെ ഹോസ്പിറ്റലിൽ കാണിച്ചു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ദേവുമോളെ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ട് വന്ന് പിന്നെ നമ്മുടെ സെർവറിയിൽ നിന്നുള്ള പണികളാണ് കേട്ടോ. ഇത് ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് വടുവഞ്ചാൽ വരെ ഒന്ന് പോകാനായിട്ട്. അപ്പം തിരക്ക് പിടിച്ച് വടുവഞ്ചാൽ എന്തിനാ പോകുന്നേ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ പറയുകയാണ് കേട്ടോ. അത് നമുക്ക് കാണിച്ചു തരാം. ആ ഒരു ലക്ഷ്യം നിറവേറുവാണെങ്കിൽ, ദൈവം സഹായിച്ചിട്ട് ആ ഒരു ലക്ഷ്യം നിറവേറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അത് എത്തിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫാമിലിയിലേക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ കുറച്ചായി നടക്കുന്നു. അപ്പം എന്തായാലും സന്തോഷം തന്നെയാണ്. കുഴപ്പമില്ലാത്തൊരു രീതിയിൽ പോവുകയാണ്. നമ്മുടെ നന്ദുമോളുടെ ബാഗാണ് കേട്ടോ. നന്ദുമോൾ പഠിക്കുന്ന സ്ഥലമാണ് അതൊക്കെ. എപ്പോഴും എന്തെങ്കിലും ഒരു പൊടി അവിടെ ഉണ്ടാവും. കാരണം കടലാസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ ആൾ. പിന്നെ എനിക്ക് ഇന്ന് എന്താണെന്നറിയില്ല, കുറച്ച് കൂടുതൽ അലക്കാനും കാര്യങ്ങളും പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരാഴ്ചയായിട്ട് ഞാൻ തിരക്കിട്ട് ഓടി വീട്ടിലത്തെ പണികൾ കുറച്ച് പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് അലക്കുന്നതും പാത്രം കഴുകുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂട്ടിയിടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല. നമ്മുടെ കുരങ്ങച്ചന്മാർ രാവിലെ തന്നെ പ്രസൻറ്റ് ഇവിടെ വന്ന് പച്ചക്കറിയൊക്കെ പറിച്ച് തിന്നലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മുപ്പത്തികളുടെയൊക്കെ പണി. പിന്നെ ഈ ഒരു അലമാര നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണം കേട്ടോ. ഈ ഒരു അലമാര നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നതാണ്. അത് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലിടുന്നത് വെക്കാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. അതിനെത്രയാണ് 1800 സംതിങ് ആണ് റേറ്റ് വരുന്നത്. പക്ഷേ നല്ല അടിപൊളിയാണ്. നല്ല എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അലമാരയാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയാണല്ലോ. കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റുന്ന. ശരിക്കും ഞാൻ തട്ടിലായിരുന്നു വെച്ചത് കേട്ടോ. ഇങ്ങനെ തട്ടലമാരയിലായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് ഒരു മോചനം എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഒരു അലമാരയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. നമ്മുടെ നന്ദുമോളുടെയും ദേവുമോളുടെയും ബെഡ്ഷീറ്റ് ഇപ്പോൾ ഒന്നെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടായിട്ട് കിടക്കും കേട്ടോ. ദേവുമോൾ കിടക്കുന്ന യാതൊരു കുഴപ്പമില്ലാതെ കിടക്കും. പക്ഷേ നന്ദുമോളാകുമ്പം ബെഡ്ഷീറ്റൊക്കെ കൂടെ ഒരു സൈഡിലോട്ട് ഉണ്ടാവും. അതൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുത്താലും അതൊരു സൈഡിലായിരിക്കും കേട്ടോ. കിടന്ന് എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് ഉണ്ടാവും. അത് നമ്മൾ 4 മൂലയ്ക്ക് നല്ല രീതിയിലാക്കി കൊടുത്താലും വേണ്ടില്ല. ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ആ ഒരു രീതിയിലേ കിടക്കുള്ളൂ എന്നുള്ള രീതിയാണ് നമ്മൾ നന്ദുമോളാക്കി വെക്കുക കേട്ടോ. ശരിക്കും ഈ പരിപാടികളൊക്കെ നമുക്ക് രാവിലെ കഴിഞ്ഞ് കഴിയുമ്പം ഒരു സമാധാനമല്ലേ. പണ്ടുള്ളവരൊക്കെ പറയില്ലേ, എപ്പോഴും വീട്ടിൽ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ നിലം അടിച്ചു വാരി തുടച്ച് പാത്രം കഴുകി എപ്പോഴും ഇടണം. കാരണം രാത്രി കിടക്കുമ്പോഴും അങ്ങനെ ചെയ്യണം. പാത്രങ്ങൾ ഇടാൻ പാടില്ല. നമുക്കൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലല്ലേ, പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ അതെല്ലാം അവിടെ കിടക്കേണ്ടി വരില്ലേ. ശരിയല്ലേ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പരമാവധി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെക്കൂലേ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് എന്താണ് വരാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോറിയും കാര്യങ്ങളും എന്താ വരാത്തത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യാം, കുറച്ച് കഴിയണം, എനിക്കതൊന്ന് റെഡിയാക്കി എല്ലാം ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം കൂടെ സാവകാശം വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വീട്ടിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ നെട്ടോട്ടമാണ്. അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ വീഡിയോസായിട്ട് തന്നെ വരും കേട്ടോ. കാരണം എനിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആ വീഡിയോസിനാണ്. ഇതിന് വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എനിക്ക് എടുത്തിടാനൊട്ട് താല്പര്യവുമില്ല. അതുപോലെ തന്നെ വീഡിയോസ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം വീഡിയോസ് ഇടുന്ന ഒരാളാണ് കേട്ടോ. അല്ലാതെ എന്താ പറയുക, സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റോറി ഇടുമ്പം ഓരോ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല വെയിലടിക്കുന്നുണ്ട് അങ്ങോട്ട്.
ഇനി ആ ചെടികളൊക്കെ ഒന്ന് പുറകിലേക്ക് കൊണ്ടുവച്ചിട്ട് നല്ലോണം ഒന്ന് വെള്ളം ഒഴിക്കണം. നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം താഴെയുള്ള വീട്ടുകാരുടെ ഫ്രണ്ടിലേക്കായിട്ടാണ് ആ വെള്ളം മൊത്തം വീഴുന്നത്. അപ്പം അതവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ. അപ്പോൾ നമ്മളത് പുറകിൽ ചില ദിവസങ്ങളിലൊക്കെ ഞാനതെല്ലാം ചട്ടികളെല്ലാം എടുത്ത് പുറകിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് നല്ലോണം ഒഴിക്കും കേട്ടോ. അപ്പോൾ അവരുടെ പുറകു ഭാഗത്തല്ലേ വീഴുന്നത്, വലിയ പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്ന് ചെയ്യണം. വടുവഞ്ചാൽ പോയി വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ. ഇവിടെയൊക്കെ പിന്നെ എത്രയടിച്ചാലും വീണ്ടും വീണ്ടും പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഫ്രണ്ട് ഭാഗത്തായതുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാരൊക്കെ ചവിട്ടി കയറി പോകുന്നതല്ലേ. അപ്പോൾ ഒരുപാട് പൊടികളുണ്ടാവും. അപ്പോൾ അത് എത്ര അടിച്ചാലും വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ പണി. എനിക്ക് കുറച്ച് പൊടി കിടക്കുമ്പോഴത്തേക്കും ഞാൻ വേഗം പോയി അടിച്ചു വാരി കളയും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരലും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ. പിന്നെ അത് നല്ലൊരു സ്മെല്ല് വരുന്നൊരു സംഭവമാണ് കേട്ടോ. അത് നല്ല കുന്തിരിക്കം കത്തിച്ച് വെക്കുക, അതിൻ്റെ ഒരു സ്മെല്ല് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സന്ധ്യ നേരത്ത് അതുപോലെ രാവിലെ വെളുപ്പിനൊക്കെ അത് കത്തിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോൾ നമുക്കൊരു സത്യം പറഞ്ഞാൽ നല്ലൊരു കുളിർമയാണ് കേട്ടോ. അത് ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്നൊന്ന് പറയണേ. ഏകദേശം എല്ലാ ഉത്സവപ്പറമ്പുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. അതിൽ ഒരു കുന്തിരിക്കത്തിൻ്റെ പൊടിയോ അങ്ങനെ എന്തോ ആണത് കത്തിച്ച് വെക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കവറിൽ കുറച്ച് പൊടിയും കിട്ടും കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ല് അത് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. വീട്ടിനും അതുപോലെ നമുക്ക് ആ ഒരു സ്മെല്ല് വരുമ്പോൾ ഒരു പ്രത്യേക എനർജി. ഇതുപോലെ എൻ്റെ കിച്ചൺ കിടക്കാറേ ഇല്ല കേട്ടോ. പാത്രങ്ങളൊക്കെ നിരന്ന് സ്ലാബിൽ അങ്ങനെ കിടക്കാറേ ഇല്ല. ഒരു വെള്ളം കണ്ടാൽ പോലും തുടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് എൻ്റെ ആ ഒരു സ്ലാബ് നിറച്ച് പാത്രങ്ങൾ, ആ വീട്ടിൽ എത്രയൊക്കെ പാത്രമുണ്ടോ അത് മൊത്തം സ്ലാബിലും ഉണ്ട് കേട്ടോ. എനിക്കത് വേഗം തേച്ച് കഴുകി എടുത്തില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പം ആ ഒരു സൈഡ് ആ ഒരു പരിപാടി വേഗം അങ്ങ് ചെയ്ത് വെക്കാന്നുള്ള രീതിക്കാണ് കേട്ടോ തുടങ്ങിയേക്കുന്നത്. ഇപ്പോൾ ഉള്ള വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആദ്യം കിട്ടിയ ഒരു വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. തളിമലയിൽ കിട്ടിയൊരു വീട് കേട്ടോ. അത് വിറ്റുപോയി. അപ്പോൾ നമുക്ക് അവിടെ നിന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ശരിക്കത് ഒരു ഷീറ്റ് എങ്ങാണ്ട് വിരിക്കും എങ്ങാണ്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിലേക്ക് വെള്ളം വീട്ടുണ്ടെങ്കിൽ ഉണങ്ങുമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ട്, വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും ആന വന്ന് ചവിട്ടിയിട്ട് പൈപ്പ് പൊട്ടിപ്പോകും. പിന്നെ പൈപ്പ് ഒട്ടിക്കാൻ പോക്ക് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ രണ്ടിൻ്റെയും പണി. അവർ പിന്നെ ആ വീട് വിൽക്കാനിട്ടത് കൊണ്ട് തന്നെ അവരിപ്പം ചെയ്ത് തരികയല്ല. നമ്മളൊട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അവിടത്തേന്ന് പറയുമ്പോൾ എന്നും നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ പൈപ്പ് ഒട്ടിക്കാൻ പോക്കാം. പൈപ്പ് മൊത്തം ഈ മണ്ണിന് മുകളിലേക്കായിരുന്നു കിടക്കുന്നത്. അത് ഈ ആന വരുമ്പോഴത്തേക്ക് എന്നും രാത്രി ആന വരും. അങ്ങനെ ആന വരുമ്പോൾ അത് ഫുള്ള് ചവിട്ടി പൊട്ടിക്കും കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ പൈപ്പും കോലും കുന്തുമായിട്ട് അത് ഒട്ടിക്കാൻ പോക്കായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പൈപ്പ് ഒട്ടിക്കാൻ പോയി പിന്നെ അത് ലാസ്റ്റ് മുകളിൽ ടാങ്കിലോട്ട് വെള്ളം കയറില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ എത്തി. പിന്നെ മുറ്റത്ത് വരെ വെള്ളം വരുന്നത് അത് നമ്മൾ പിടിച്ചു കൊണ്ടുപോയി അകത്തോട്ട് ഒഴിക്കണമായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യം താമസിക്കുന്നവർക്ക്. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. യാതൊരു കുഴപ്പമില്ല. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയത് തന്നെ. ഇനിയിപ്പോൾ ഈ പണികളെല്ലാം തീർത്ത് നമുക്ക് ഉച്ചകഴിഞ്ഞ് വടുവഞ്ചാൽ പോയി വരിക. ഒപ്പം 4 മണിയാകുമ്പം നമ്മുടെ ദേവുമോളെ കൂട്ടാനായിട്ട് പോകണം കേട്ടോ. ദേവുമോൾക്ക് 4 മണി വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ 4 മണിയൊക്കെ ക്ലാസ് കഴിഞ്ഞാൽ മോളെ കൂട്ടാനായിട്ട് പോകണം. അവൾ ഒറ്റയ്ക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ വെയിലത്ത് നടന്ന് ഒറ്റയ്ക്ക് വരണ്ടേ. അപ്പം ഞാൻ അവളെ കൂട്ടാനായിട്ട് പോകും കേട്ടോ.
ആദ്യമേ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ 8:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണികളും തീരും കേട്ടോ. അതിപ്പോഴാണെങ്കിലും മക്കളെ വിടുന്നതിൻ്റെ മുന്നേ ആകുമ്പോഴത്തേക്ക് എൻ്റെ പണികളെല്ലാം തീരും. എന്നാലും ആ ഒരു സമയത്ത് എന്ന് പറയുമ്പം നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്നു, വീട്ടിലെ പണികൾ അതൊക്കെ രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും തുടയ്ക്കലും അടിക്കലും അലക്കലും എല്ലാ പണി അവിടെ തീരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് മടി പിടിച്ചാലും അവിടെ ഇരിക്കാമല്ലോ. പക്ഷെ ആദ്യമേ അങ്ങനെയല്ലല്ലോ. ആദ്യമേ ആ ജോലിക്ക് പോവണ്ടേ, നമ്മൾ കറക്റ്റ് ടൈമിന് കമ്പനി പറയുന്ന ടൈമിന് അവിടെ എത്തണം. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണേലും ഏൽക്കാൻ പറ്റാത്തൊരു സമയമാണെങ്കിലും നമ്മൾ എണീക്കുന്നു, എല്ലാ പണികളും തീർക്കുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, മക്കളെ സ്കൂളിൽ വിടുന്നു, എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ചില ദിവസം നമുക്ക് ഇനിയിപ്പോൾ ഇന്നൊരു റെസ്റ്റ് വേണമെന്ന് വിചാരിച്ചാലും നമുക്ക് നടക്കും. പക്ഷെ അന്നൊന്നും അത് നടക്കില്ലായിരുന്നു കേട്ടോ. നമുക്ക് സൗകര്യങ്ങൾ കൂടുന്തോറും മടികളൊക്കെ കൂടൂലേ. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ മുറ്റം അടിക്കണം, വിറക് കീറണം, വെള്ളം ചുമക്കണം, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം അതൊന്നും വേണ്ട. അതെല്ലാം അടുക്കളയിൽ കൈയെത്താൻ ദൂരത്ത് നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ അപ്പം കൂടുതലും മടി പിടിക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ഇപ്പം അങ്ങനെയാണ് കേട്ടോ. കാരണം ആ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ യാതൊരു പ്രശ്നമില്ലായിരുന്നു, എല്ലാ പണികളും തീർത്ത് പോകുമായിരുന്നു. ഇപ്പം ചില ദിവസം ഒരു മടിയാണ്, എല്ലാ ദിവസവും ഒന്നുമല്ല, ചില ദിവസം ഒരു മടി വരും കേട്ടോ. എന്തെങ്കിലും വയ്യായികയൊക്കെ വരുമ്പോൾ മാത്രമാണ്. എങ്കിലും ഇതുപോലെ പാത്രങ്ങളൊന്നും അങ്ങനെ കിടന്നിട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒന്നൊക്കെ ഇതുപോലെ ഇടും. ചില ദിവസം ഞാൻ ഓർക്കാൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. എപ്പോഴുമല്ല, എന്നാലും. അങ്ങനെ നമ്മുടെ പാത്രം കഴുക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്, തുടയ്ക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു വൃത്തി നമ്മുടെ അടുക്കളയ്ക്ക് വരുമല്ലോ അല്ലേ. പിന്നെ എൻ്റെ വലിയ ഫ്ലവേഴ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ വളർന്നു വരുമോ എന്തോ, അതൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അടുക്കളയിലും ഫ്രിഡ്ജിൻ്റെ പൊക്കത്തും ഒക്കെ ആയിട്ട് എങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതെനിക്കൊരു വൈബാണ്. ചെടി എന്ന് പറഞ്ഞാൽ പ്രാന്താണ് എനിക്ക്. ടി വിയുടെ സൈഡിലുണ്ട്, എല്ലായിടത്തും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ റൂമിലും ഞാൻ ഇങ്ങനെ റൂമിലൊക്കെ നിറച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മണി പ്ലാന്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭിത്തിയിൽ കൂടെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് എത്രത്തോളം എങ്ങനെ ക്ലിയറായി കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെയായി. നല്ല ഉണക്കമീനും തക്കാളിയും വറ്റിച്ചതും ഉണക്കമീനും തക്കാളിയും കൂടെ തേങ്ങ അരച്ച് വെച്ച കറിയും ഉണ്ടായിരുന്നു, മുളക് ചമ്മന്തിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഹൈപ്പ് അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സി യു.